Hi friends, once again welcome back to EduTutor. MEG 10 ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്ലോക്ക് 3യിൽ യൂണിറ്റ് 1ഉം നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ സോറി കേട്ടോ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ മെയിലൊക്കെ കണ്ടിരുന്നു, കുറച്ച് പേരെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനും റിപ്ലൈ ചെയ്യാനും സാധിച്ചിട്ടില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. ഓക്കെ, എനിവേ അറിയാം എക്സാംസ് ആണ്. വിൽ കണ്ടിന്യൂ ടു ഡു ദ വീഡിയോസ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ബ്ലോക്ക് 3 Unit 2. Why do you think Bankim chose to write his first novel in English? Does the novel betray a sensibility that is informed by Western education? Give a recent answer. എന്തുകൊണ്ടാണ് ബങ്കിം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയത്? അദ്ദേഹം ഈ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നൽകുന്ന ഈ ഒരു അതിൻ്റെ ഒരു സെൻസിബിലിറ്റീനെ അദ്ദേഹം ഈ നോവൽ മുഖേന വഞ്ചിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. ബങ്കിം ചന്ദ്ര ചാറ്റർജി's decision to write his first novel, Rajmohan's Wife, in English is a significant choice that reflects his complex relationship with Western education and colonialism. On one hand, writing in English was a way for Bankim to assert his intellectual and literary credentials, showcasing his mastery over the language of the colonizers. English was a language of power, and by using it, Bankim could reach a wider audience and gain recognition beyond the confines of his native Bengali-speaking community. ബങ്കിമിൻ്റെ ഫേസ്റ്റ് നോവലാണ് രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇത് എഴുതുന്നത്. അതിൽ കൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലിറ്റററി പവർ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ആഴം തന്നെ അദ്ദേഹം മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ ഇത് എഴുതാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓഡിയൻസ് കൂട്ടാനായിരുന്നു. കാരണം അദ്ദേഹം എഴുതുന്ന ബംഗാളിയിലൊക്കെ എഴുതുമ്പോൾ അദ്ദേഹത്തിന് അറിയാം കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രമേ ഈ ഒരു അദ്ദേഹത്തിൻ്റെ നോവൽ വായിക്കുന്നുള്ളൂ. അതേസമയം ഇംഗ്ലീഷിലാണെങ്കിൽ ധാരാളം ആൾക്കാർക്ക് അത് എത്തും എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്തത്. However, Bangim's use of English is not a simple mimicry of Western literary styles. Instead, he adapts the language to suit his own cultural context, incorporating elements of Sanskrit Kavya literature and Bengali culture into his narrative. This blending of cultural influences is evident in his use of vocabulary, where he employs Bangla words like Takurpo and Jamadat alongside Hindustani words like Senana and English phrases like go to Jericho. This multilingual vocabulary suggests that Bankim was targeting a specific audience, one that was English educated, upper class and familiar with both Indian and Western cultural references. ബങ്കിമിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് വെറുതെ ആരെങ്കിലുമൊക്കെ കാണിക്കാനോ ഒരു കാട്ടിക്കൂട്ടിലോ അങ്ങനെ ഒന്നും തന്നെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്ത് പറയുന്നുണ്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു മിമിക്രി ചെയ്യുന്ന ഒരു രീതിയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്തിനാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അറിയാം ആദ്യം മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് വിഭാഗത്തിന് തന്നെയാണ്. അവരത് വായിക്കണം. അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇതിൽ കൂടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അദ്ദേഹം ഒത്തിരി വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മാത്രമല്ല, മറിച്ച് സാൻസ്കൃതും അദ്ദേഹത്തിൻ്റെ ഓൺ ലാംഗ്വേജായ ബാംഗ്ലയൊക്കെ അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിൻ്റെ ഒരു ഡെപ്ത് കാണിച്ചു കൊടുക്കാനും കൂടിയായിരുന്നു. The novel's language and style also reveal Bangim's attempt to create a unique narrative voice that is both Indian and English.
His prose is often described as a blend of the colloquial and the proverbial, drawing on the rich cultural heritage of Bengal while also engaging with Western literary traditions. This blending of styles is a deliberate choice, reflecting Bangim's confidence in his ability to adapt and subvert the dominant language of the colonizers. ബങ്കിമിൻ്റെ ലിറ്റററി വർക്ക്സിലെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജും അദ്ദേഹം കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു എന്താ പറയുക, ഒരു ഷോ ഓഫ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഡോമിനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു അന്ന് ഒക്കെ ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ആ ലിറ്റററി വർക്ക് എസ്പെഷ്യലി അപ്പർ ക്ലാസ് വിഭാഗത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു റൈറ്റിങ്സ് ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. Despite his bold experimentation with the language, Bankim eventually switched to writing in Bengali for his subsequent novels. This decision might have been driven by a desire to reach a wider audience with Bengal, or perhaps he realized that his use of English limited his ability to engage with the complexities of Bengali culture and society. Whatever the reason, Bangim's shift to Bengali marked a significant turning point in his literary career, allowing him to explore themes and ideas that were more deeply rooted in his native culture. ബങ്കിം ഇംഗ്ലീഷിലാണ് എഴുതി തുടങ്ങിയതെങ്കിലും പിന്നീട് അദ്ദേഹം ബംഗാളി ലാംഗ്വേജിൽ മാത്രമായിരുന്നു എഴുതിയത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് ബംഗാളി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനൊന്നും അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് ബംഗാളി ഓഡിയൻസിനെ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്താലാണ് അദ്ദേഹം ബംഗാളി ലാംഗ്വേജിൽ പിന്നീട് എഴുതാനായിട്ട് തുടങ്ങിയത്. The novel itself, Rajmohan's Wife, is a thought-provoking exploration of themes such as passion, duty, and the constraints of traditional society. The character of Matangini in particular is a fascinating study of a woman torn between her desires and the societal expectations placed upon her. Bangim's portrayal of Matangini's inner turmoil and her ultimate submission to the patriarchal norms of her society raises important questions about the role of women in 19th century Bengal. രാജ്മോഹൻസ് വൈഫിൽ എസ്പെഷ്യലി മതാങ്കിനി എന്നൊരു ക്യാരക്ടറുണ്ട്. ഞാൻ ആ സ്റ്റോറി ഫുള്ളായിട്ട് ഇവിടെ പറയണില്ല കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, നിങ്ങളൊന്ന് നോവലൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകാവുന്നേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് മാത്രം നോക്കാം. മതാങ്കിനി എന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒത്തിരി വേദനകളൊക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അവൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അതെല്ലാം അടിച്ചമർത്തപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻ കൺക്ലൂഷൻ, Bangim's decision to write Rajmohan's Wife in English reflects his complex engagement with Western education and colonialism. His adaptation of the English language to suit his cultural context is a testament to his literary innovation and confidence. The novel itself is a nuanced exploration of themes that continue to resonate with readers today, and its unique blend of cultural influences remains a significant aspect of Bangim's literary legacy. ബങ്കിമിൻ്റെ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നും നമ്മളുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ എസ്പെഷ്യലി രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്നതൊക്കെ ഒരു നോവൽ ഇന്നും ഇപ്പം നമ്മൾ തന്നെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനും അതുപോലെ കൊളോണിയലിസവും ഒക്കെ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ അദ്ദേഹം
അദ്ദേഹം അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻസ് വൈഫ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതിന് ഒത്തിരിയധികം പ്രസക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം ബംഗാളി ലാംഗ്വേജിലോട്ടാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഒക്കെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഒക്കെ റീഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടായിരുന്നു എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതിയത് അദ്ദേഹം എന്താ പറയുക അപ്പർ ക്ലാസ്സിന് വായിക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടായിരുന്നു. സെക്കൻഡ്ലി അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വായിക്കാനായിട്ടായിരുന്നു പിന്നീട് ബംഗാളി ലാംഗ്വേജിലോട്ട് അദ്ദേഹം എഴുതുന്നതൊക്കെ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Question number 2. Discuss the way in which Matangini has been characterized in Rajmohan's Wife. നമുക്ക് ആദ്യത്തെ നോവലായിട്ടുള്ള ബങ്കിമിൻ്റെ ഇംഗ്ലീഷ് നോവൽ, ആദ്യത്തെ നോവലായിട്ടുള്ള രാജ്മോഹൻസ് വൈഫിൽ മതാങ്കിനി എന്ന ക്യാരക്ടറിനെ അദ്ദേഹം എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ചോദ്യം. ആൻസറിലോട്ട് പോകുന്നതിനെക്കാട്ടിലും മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. പ്ലീസ് കമൻറ്റ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ഓർ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഒത്തിരി എന്താ പറയുക, എനിക്കൊന്ന് ബൂസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ വി കണ്ടിന്യൂ. Matangini, the protagonist of Bankim Chandra Chatterjee's novel Rajmohan's Wife, is a complex and multifaceted character. At the beginning of the novel, she is portrayed as a traditional and modest Hindu wife. Conforming to the societal norms of her time, she is described as being reluctant to part with her veil, and when her face is accidentally revealed, she is punished by her cruel husband Rajmohan. This initial portrayal of Matangini suggests that she is a docile and submissive woman adhering to the traditional values of her society. രാജ്മോഹൻസ് വൈഫ് എന്ന നോവലിൽ മതാങ്കിനി എന്നൊരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിൽ അവളെ ചിത്രീകരിക്കുന്നത് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു വൈഫായിട്ടാണ്. ഇതിൽ അവളെപ്പോഴും മുഖം കവർ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ പിന്തുടർന്നിരുന്നത്. എന്തൊരു ആക്സിഡൻ്റലി ജസ്റ്റ് അവളുടെ മുഖം റിവീൽ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആ മുഖത്ത് മറിച്ചിരുന്ന വെയിൽ ഒന്ന് മാറിയപ്പോൾ അവളുടെ മുഖം കാണുന്നുണ്ടല്ലോ. അത് രാജ്മോഹൻ എന്ന അവളുടെ ഹസ്ബൻഡിന് വളരെ ക്രൂവലായിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കാരണത്താൽ അവളെ പണിഷ് ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒത്തിരി എന്താ പറയുക, ഒരു പാവം പിടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മതാങ്കിനി. അല്ലെങ്കിൽ വളരെയധികം ഹസ്ബൻഡിനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. അതാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. However, as the story progresses, Matangini's character undergoes a significant transformation. She is shown to be capable of strong emotions and desires, and she eventually confesses her passion for her brother-in-law Madhav Ghose. This confession is a bold and daring move, considering the societal norms and expectations placed on women during that time. Matangini's actions and emotions are driven by her desire for love and connection, and she is willing to risk everything to pursue her feelings. ഈ ഒരു നോവൽ മുന്നോട്ട് പോകുമ്പോൾ മതാങ്കിനി എന്ന ക്യാരക്ടറിൻ്റെ മറ്റൊരു ഫേസാണ്, അല്ലെങ്കിൽ മറ്റൊരു മുഖമാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുക. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അവളുടെ ഇമോഷൻസും ഡിസയേഴ്സും എല്ലാം അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. പിന്നീട് അവളത് മാധവ് ഘോസ് എന്ന് പറയുന്ന അവളുടെ ബ്രദറിലോ ആയിട്ട് അവൾ അതെല്ലാം സംസാരിക്കുന്നുണ്ട്. അത് അവൾ എന്താ പറയുക, ആളാകെ മാറുന്ന, അല്ലെങ്കിൽ ഇത്തിരി കൂടി സ്ട്രോങ് ആകുന്ന ഒരു മതാങ്കിനിയെ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. Despite her boldness, Matangini's character is also shown to be deeply rooted in traditional values. When Madhav urges her to forget him and adhere to the path of duty, Matangini agrees, suggesting that she is torn between her desires and her sense of responsibility. Her final words to Madhav, "If the human mind can be taught to forget,
suggests that she is aware of the impossibility of eradicating her feelings and that she will continue to struggle with her emotions. ഇവിടെ മദാങ്കിനി എന്ന ക്യാരക്ടറിനെ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് ചിത്രീകരിക്കുന്നു. എങ്കിൽ പോലും അവൾ ട്രഡീഷണൽ വാല്യൂസിനെയൊക്കെ പിന്നെയും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവളന്ന് നിൽക്കുന്ന സൊസൈറ്റി അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് മാറാനായിട്ട് അത്ര പെട്ടെന്ന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ചേഞ്ച് ആവാനായിട്ട് അവൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധവായിട്ട് അവൾ ഒരു അട്രാക്ഷൻ, ഒരു കണക്ഷൻ അവൾ രൂപീകരിച്ചതെങ്കിലും മാധവ് പിന്നീട് പറയുകയാണ് അവളോട് അവനെ മറക്കാനായിട്ട്. ആ സമയത്ത് അവൾക്ക് എന്താ പറയുക, അവൾക്ക് അനുസരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ ഒരു ലാസ്റ്റ് വേർഡ്സ് മാധവിനോട് പറയുന്ന അവസാനത്തെ വാക്കുകളാണ് ഇഫ് ദ ഹ്യൂമൻ മൈൻഡ് ക്യാൻ ബി ടോട്ട് ടു ഫോർഗെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സുകൾക്ക് മറക്കാനായിട്ട് അവർ പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അവളുടെ ഫീലിങ്സിനെ അവൾക്ക് ഒതുക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഈ എന്താ പറയുക, ഓർമ്മകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതനുസരിച്ച് അവളുടെ ഫീലിങ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവൾക്ക് ചേഞ്ച് ആക്കാനായിട്ട് അവൾക്ക് സമയമെടുക്കും. അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷനിൽ നിന്ന് മാറാനായിട്ട് അവൾക്ക് പറ്റാത്ത വളരെയധികം സ്ട്രഗിൾസ്, ഇന്നർ സ്ട്രഗിൾസാണ് ഇവിടെ കാണിക്കുന്നത്. ഈയൊരു ചാപ്റ്റർ രാജ്മോഹൻസ് വൈഫ് വായിക്കാത്തവർ ദയവ് ചെയ്തത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ദ ക്യാരക്ടറൈസേഷൻ ഓഫ് മതാങ്കിനി ഈസ് സിഗ്നിഫിക്കൻറ്റ് because it highlights the complexities and contradictions of women's roles in 19th century Bengal. On the one hand, Madangini is portrayed as a strong and independent individual, capable of making her own choices and decisions. On the other hand, she is also shown to be deeply entrenched in traditional values and societal norms, which limit her agency and autonomy. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദാങ്കിനി എന്ന ക്യാരക്ടർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള 19ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ വിമൻസൊക്കെ വളരെയധികം സ്ട്രഗിൾസിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മദാങ്കിനി ചിത്രീകരിച്ചിരുന്നെങ്കിലും അവളുടെ സമൂഹത്തിൽ, സൊസൈറ്റിയിലെ ട്രഡീഷൻസൊക്കെ അവൾ പിന്നെയും ആ റെസ്പോൺസിബിലിറ്റീസ് അവൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു നോവലിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. The novel's portrayal of Madangini's tragic fate, where she suffers an early death, serves a commentary on the societal norms and expectations placed on women during that time. The novel suggests that women who defy societal norms and expectations are often punished, and that their desires and emotions are not taken into account. Through Madangini's character, the novel highlights the need for change and reform in societal attitudes towards women, and suggests that women's desires and emotions should be recognized and respected. നോവലിൻ്റെ അവസാന ഭാഗത്തിലോട്ടൊക്കെ എത്തുമ്പോൾ മദാങ്കിനിയുടെ ഒരു എന്താ പറയുക, ട്രാജിക് ആയിട്ടുള്ള ഒരു മരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ കൂടിയൊക്കെ ബങ്കിം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വിമൺ അനുഭവിച്ചുകൊണ്ടിരുന്ന സഫറിങ്സ്, അവരുടെ കുറേ ഡിസയേഴ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അതൊന്നും അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ, അതൊക്കെ അടിച്ചമർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു നോവൽ തന്നെ അദ്ദേഹം എഴുതുന്നത്. Overall, Madangini's characterization in Rajmohan's Wife is a nuanced and complex exploration of women's roles and desires in 19th century Bengal. The novel highlights the contradictions and complexities of women's lives and suggests that women's agency and autonomy are essential for their happiness and fulfillment.
ഒന്നും കൂടി നമ്മൾ കൺക്ലൂഡിങ് പാർട്ടിലോട്ട് കടക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുകയാണ് വിമൻസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സന്തോഷം അതൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്താണ് ആവശ്യം, സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിമൻസിൻ്റെ ലൈഫ്സും അങ്ങനെ തന്നെ കണക്കാക്കണം. അവർക്ക് കുറേ ഡിസയേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ മീൻസ് അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രമേ അവർക്ക് ജീവിതത്തിലൊരു അങ്ങനെയാണല്ലോ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. സോ വി മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Question number 3. What role does the choice of language play in the writing of a novel, particularly when one of the available languages enjoy social power? ഒരു നോവൽ എഴുതുന്ന സമയത്ത് എന്താണ് ലാംഗ്വേജിൻ്റെ പ്രസക്തി എന്നാണ് ഇവിടെ ചോദ്യം. അതുപോലെ എടുത്തു പറയുന്നത് ലാംഗ്വേജ്, ഇപ്പോൾ ഒരു ലാംഗ്വേജ് അവിടെ സോഷ്യൽ പവർ എൻജോയ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ലാംഗ്വേജിൻ്റെ ഒരു പവർ ഒരു നോവൽ എഴുതുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം. ഹലോ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ, ലൈക്ക് അടിക്കാതെ, കമൻറ്റ് ചെയ്യാതെ ഒക്കെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ ഒരു കമൻറ്റ് നിങ്ങൾ ഇന്നൊന്ന് റൈറ്റ് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു കമൻറ്റെങ്കിലും ഇന്ന് എഴുതണം. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ബൂസ്റ്റിംഗ് ഫോർ മീ. സോ വി കണ്ടിന്യൂ. The choice of language in writing a novel plays a significant role in shaping the narrative characters and audience. In the case of Bankim Chandra Chatterjee's Rajmohan's Wife, the use of English is particularly noteworthy given the language's association with colonial power. Bankim's decision to write in English reflects his attempt to assert his intellectual and literary credentials, showcasing his mastery over the language of the colonizers. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ നോവൽ രാജ്മോഹൻസ് വൈഫ് എഴുതുന്ന സമയം 19-ാം നൂറ്റാണ്ടാണ്. ആ സമയത്ത് അദ്ദേഹം കോളനൈസേഴ്സിൻ്റെ ഒരു പവറൊക്കെ നമ്മുടെ ഇന്ത്യയിൽ റൂൾ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അദ്ദേഹം എഴുതുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒത്തിരി പ്രസക്തി ഉള്ളത് തന്നെ. കാരണം അദ്ദേഹത്തിന് കാണിക്കണമായിരുന്നു, അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് ഷോ ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കോളനൈസ്ഡ് പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു മാസ്റ്ററി അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ തന്നെയാണ് അദ്ദേഹം ആ ലാംഗ്വേജിൽ ഈ ഒരു നോവൽ എഴുതുന്നത്. However, Bankim's use of English is not a simple mimicry of Western literary styles. Instead, he adapts the language to suit his own cultural context, incorporating elements of Sanskrit Kavya literature, Bengali culture, and multilingual vocabulary. This blending of cultural influences is evident in his use of vocabulary, where he employs Bangla words like Thakurpo and Jamadat alongside Hindustani words like Sanana and English phrases like go to Jericho. This multilingual vocabulary suggests that Bankim is targeting a specific audience, one that is English educated, upper class, and familiar with both Indian and Western cultural references. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ഐ നീഡ് നോട്ട് എക്സ്പ്ലെയിൻ ദിസ് പാരഗ്രാഫ് ടു യു. The use of language in Rajmohan's Wife also reveals Bankim's attempt to create a unique narrative voice that is both Indian and English. His prose is often described as a blend of the colloquial and the proverbial, drawing on the rich cultural heritage of Bengal while also engaging with Western literary traditions. This blending of styles is deliberately choice, reflecting Bankim's confidence in his ability to adapt and subvert the dominant language of the colonizers. രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നോവൽ തന്നെയാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അത് ബോത്ത് ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷ്
നെറേറ്റീവ് അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ അദ്ദേഹം ചേർക്കുന്നുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നെറേറ്റീവ് വോയിസ് നമുക്ക് ബോത്ത് ഇൻ ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിറ്ററേച്ചറിലുള്ള കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിലുള്ള അത്രയും ഒരു മാസ്റ്റർ എടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ബങ്കിം. The choice of language also has implications for the audience of the novel. Bangim's use of multilingual vocabulary and cultural references suggests that he is targeting a specific community of readers, one that is English, educated and upper class. This raises questions about the accessibility of the novel to a wider audience and whether Bangim's decision to write in English limited his readership. Furthermore, Bangim's switch to writing in Bengali for his subsequent novels raises questions about his satisfaction with the English-speaking audience he had targeted. Did he feel that writing in English limited his ability to engage with the complexities of Bengali culture and society? Or did he realize that his use of English was not reaching the audience he had hoped for? Whatever the reason, Bangim's decision to switch to Bengali marked a significant turning point in his literary career, allowing him to explore themes and ideas that were more deeply rooted in his native culture. ഇംഗ്ലീഷിൽ അദ്ദേഹം ബങ്കിം എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എൻഡിലോട്ട് വരുമ്പോൾ, ഈ പാരഗ്രാഫിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷിൽ നിന്നും പിന്നീട് ബംഗാളി ലാംഗ്വേജിലോട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പം നമുക്കറിയില്ല കൃത്യമായിട്ടുള്ളൊരു കാരണം എന്താണെന്നറിയില്ല. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ചിലപ്പോൾ അദ്ദേഹത്തിന് ബംഗാളി ലാംഗ്വേജിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ എഴുതുന്നത് മുഖേന അദ്ദേഹത്തിന് ബംഗാളി ഓഡിയൻസിലേക്ക് കൂടുതലായിട്ട് റീച്ച് ആകാനുള്ള ഒരു അതുകൊണ്ട് ആയിരിക്കും അദ്ദേഹം അത് ബംഗാളിലോട്ട് എഴുതുന്നത്. അങ്ങനെയൊക്കെ വെച്ചാൽ ആ ഓഡിയൻസിനെ കൂടിയും കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ആ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതുന്നത് എന്നൊക്കെ നമുക്ക് സംശയിച്ച് നമുക്ക് എന്താ പറയുക, ഒന്ന് ഊഹിച്ചെടുക്കാം, അത്ര തന്നെ. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ തന്നെയായിരുന്നാലും ബംഗാളി ലാംഗ്വേജിലോട്ട് അദ്ദേഹം എഴുതുന്നതിലൂടെ അദ്ദേഹത്തിന് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലിറ്റററി കാരിയറിൽ തന്നെ. So we conclude the paragraph. In conclusion, the choice of language in the Ajman's wife reflects Bangim's complex engagement with Western education and colonialism. His adaptation of the English language to suit his cultural context is a testament to his literary innovation and confidence. The novel's unique blend of cultural influences and multilingual vocabulary creates a rich and nuanced narrative that continues to engage റീഡേഴ്സ് ടുഡേ. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ലിറ്റററി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച് അതിൽ തന്നെ ലിറ്റററി വർക്ക്സ് ചെയ്യുക, അതൊരു വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ അദ്ദേഹം ഒരു മൾട്ടി ലിംഗ്വലായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം വൊക്കാബുലറി വേർഡ്സ് പല ലാംഗ്വേജുകളിൽ നിന്നും എഴുതാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ റീഡേഴ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇന്നും അവൈലബിൾ ആണ്. അതൊക്കെ ഇന്നും നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ. ഓക്കെ, സോ വി കൺക്ലൂഡ് ഹിയർ. ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.